ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിലെ ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ടയർ ആണ്. ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് എന്ന് പറയുന്ന ഹ്രസ്വകാല വായ്പകളും മധ്യകാല വായ്പകളും. ഇതല്ലാതെ ഷോർട്ട് ടേം മീഡിയം ടേം അല്ലാതെ ലോങ് ടേം ക്രെഡിറ്റ് ഉണ്ട്. ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് വഴിയാണ് ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇത് ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ അത് 2 ടയറിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ അപ്പെക്സ് കേരള ബാങ്കും പ്രൈമറി ലെവലിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുമാണ് PACS എന്ന് പറയുന്നത്. മുമ്പ് ഇത് ഒരു 3 ടയർ സ്ട്രക്ചർ ആയിരുന്നു ഈ ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് കൊടുക്കുന്നതിനായിട്ടുള്ളത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പെക്സ് ലെവലിൽ ഉണ്ടായിരുന്നത് നമ്മുടെ KCB ആയിരുന്നു, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ആൻഡ് സെൻട്രൽ ലെവലിൽ DCB ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി ലെവലിൽ PACS പാക്സ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് DCB കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ലയിപ്പിച്ച് കേരള ബാങ്ക് വന്നു. 2019 നവംബർ 29 കേരള ബാങ്ക് വന്നത്. അങ്ങനെ വന്നതോടുകൂടി ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ടയർ സ്ട്രക്ചറായിട്ട് മാറി. അപ്പോൾ അപ്പെക്സിൽ കേരള ബാങ്കും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് PACSുമായിട്ട് വന്നു. ഓക്കെ, PACS എന്ന് പറഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ദ ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷൻ ഇൻ ദ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് ഇൻ കോപ്പറേറ്റീവ് സ്ട്രക്ചർ. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് വെച്ചാൽ ബേസ് ലെവലിലുള്ളതാണ് PACS എന്ന് പറയുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറിയാണ്. PACS ഇൻക്ലൂഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ സൊസൈറ്റീസ്, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസ് എക്സെട്ര. ഇതെല്ലാം പാക്സിൽ ഇൻക്ലൂഡഡ് ആണ്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ സൊസൈറ്റീസ്, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസ് എല്ലാം പാക്സിൽ ഉൾപ്പെടും. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാക്സ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പാക്സ് ആണ്. പീരിയഡ് ഓഫ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് 3 years. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഹെൽപ്പ് ദ PACS ടു റെഡ്യൂസ് ഓവർഡ്യൂസ്. ക്രെഡിറ്റിന് മാർക്കറ്റിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് പാക്സിൽ ഓവർഡ്യൂസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ബ്രാഞ്ചസ് വിത്ത് ദ പെർമിഷൻ ഓഫ് രജിസ്ട്രാർ. ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദ ഡെപ്പോസിറ്റ് ഓഫ് പാക്സ് ആർ ഫിക്സഡ് ബൈ രജിസ്ട്രാർ. അപ്പോൾ PACS അവരൊരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിന് രജിസ്ട്രാറുടെ പെർമിഷൻ വേണം. അതുപോലെ PACSലുള്ള ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതും രജിസ്ട്രാറാണ്. റിലേറ്റഡ് ടേം ഓഫ് പാക്സ്: അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്, ബാഡ് ഡെപ്റ്റ് റിസർവ്, ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കെട്ടുതെങ്ങ് സിസ്റ്റം, ഡബിൾ ലോക്ക് സിസ്റ്റം, ക്രോപ്പ് ലോൺ സിസ്റ്റം. ഇതെല്ലാം പാക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേംസ് ആണ്. അപ്പോൾ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് പറയുന്നത്. ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറിയാണ്. കോപ്പറേറ്റീവ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ സൊസൈറ്റീസ്, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസ് ഇതെല്ലാം പാക്സിൽ ഇൻക്ലൂഡഡ് ആണ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പാക്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ പീരിയഡ് 3 വർഷമാണ്. പിന്നെന്താ, ഹെവി ഓവർഡ്യൂസ് എല്ലാം കുറയ്ക്കുന്നതിനായിട്ട് ഇവർ ക്രെഡിറ്റിനെ മാർക്കറ്റിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നതിനും രജിസ്ട്രാറാണ്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേംസും. അപ്പോൾ ഇത്രയാണ് പാക്സിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ KCB കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ആദ്യം കുറച്ച് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വന്നതും അതിന് RBI ലൈസൻസ് കിട്ടിയതും അങ്ങനെ കുറച്ച് ഇയറുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഇയറുകളൊന്ന് നോക്കിയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റി നോക്കാം. ഇയറുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. അതനുസരിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്. അപ്പോൾ 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. അതിപ്പോൾ ഓർത്തിരിക്കാനായിട്ട് ഇപ്പോൾ 1904 നമ്മുടെ ഫസ്റ്റത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 1904.
പിന്നീട് അത് 1912 പിന്നെ അത് അമെൻമെൻറ്റ് ചെയ്ത് വന്നു 1912. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ 1915 നവംബർ 23 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. ഓക്കെ, 1915. 1916 ജനുവരി 26 ബാങ്ക് ഫങ്ഷൻ സ്റ്റാർട്ടഡ്. അതായത് ഈ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ ബാങ്കിങ് ഫങ്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1916 ജനുവരി 16. 1943 നെയിം ചേഞ്ചസ് ടു ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഇതിൻ്റെ പേര് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നായിരുന്നു. 1943 ഇതിൻ്റെ പേര് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി മാറ്റി. ട്രിവാൻഡ്രം എന്നുള്ളത് ട്രാവൻകൂർ എന്നായി. പിന്നീട് 1949 നമ്മുടെ തിരുക്കൊച്ചി സംയോജനം വരുന്നത്. തിരുവിതാംകൂറും കൊച്ചിയും രണ്ട് ഡിഫറൻ്റ് ആയിട്ടിരുന്നു. 1949 ഈ തിരുക്കൊച്ചി സംയോജനം വന്നു. 1952 തിരുക്കൊച്ചി സംയോജനം വന്നു കഴിഞ്ഞ് 1952 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത്. ആ തിരുക്കൊച്ചി സംയോജനം വന്നു കഴിഞ്ഞപ്പോൾ ഒരുമിച്ചായതാണത്. അങ്ങനെ ഒരുമിച്ചായപ്പോൾ വന്ന ആക്ടാണ്, പുതിയ ആക്ട് വന്നതാണ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952. പിന്നെ അത് കഴിഞ്ഞ് 1956 കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. കേരളം ഒരു സ്റ്റേറ്റ് ആയിട്ട് 1956 വന്നു. അപ്പോഴാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. അതുവരെ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നായിരുന്നു. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തു 1956. 1966 മാർച്ചിൽ KCB അണ്ടർ കൺട്രോൾ ഓഫ് RBI. RBIയുടെ കൺട്രോളിൽ വന്നത് 1966 മാർച്ചിലാണ്. അതുപോലെ 1966 ജൂലൈയിലാണ് അണ്ടർ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI. RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ പേര് വന്നത് 1966 ജൂലൈയിലാണ്. അപ്പോൾ 1966 മാർച്ചിൽ KCB അണ്ടർ കൺട്രോൾ ഓഫ് RBI, 1966 ജൂലൈയിൽ അണ്ടർ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI. 1972 RBIക്ക് RBIയിൽ നിന്ന് ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നത്. നമ്മുടെ KCBക്ക് RBIയിൽ നിന്ന് ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നു 1972. അപ്പോൾ ഇത്രയും ഇയറുകളാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങളെന്ന് പറയുന്നത്. ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ നബാർഡ് ആൻഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബാർഡും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഒരു ലിങ്കാണ്, ഒരു കണക്റ്റിംഗ് ലിങ്കാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കാണത്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഈസ് മാനേജിംഗ് ഡയറക്ടർ ഇൻ ദ റാങ്ക് ഓഫ് IAS അപ്പോയിൻറ്റഡ് ബൈ കേരള ഗവൺമെൻറ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് MD ആണ്, മാനേജിംഗ് ഡയറക്ടറാണ്. അത് ഒരു IAS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ് ആണ്. കേരള സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ് ആയിരിക്കും. കോർ ബാങ്കിങ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് കോർ ബാങ്കിങ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കോബാങ്ക് കാർഡ്, സമൃദ്ധി കാർഡ് ഇഷ്യൂഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് KSCB. കോബാങ്ക് കാർഡും സമൃദ്ധി കാർഡും ഇഷ്യൂ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഗ്രാമയാത്ര ഈസ് എ സ്കീം അഡോപ്റ്റഡ് ബൈ KSCB. The Co-Bank Vidyadan is a loan scheme of KSCB which is related to education. അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ലോൺ സ്കീമാണ് Co-Bank Vidyadan എന്ന് പറയുന്നത്. എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ലോണാണത് Co-Bank Vidyadan എന്ന് പറയുന്നത്. മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ്ഡ് ബൈ നബാർഡ്. നബാർഡാണ് മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത്. KSCBയുടെ മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത് നബാർഡാണ്. മോസ്റ്റ് ഓഫ് ദ ബോറോയിങ്സ് ഈസ് ഫ്രം RBI.
RBI നിന്നാണ് കൂടുതൽ ബോറോയിങ്സ് എടുക്കുന്നത് RBI നിന്നാണ്. അപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത് നബാർഡും ബോറോയിങ്സ് കൂടുതലും എടുക്കുന്നത് RBI-ന്നുമാണ്. എന്ന് വെച്ചാൽ അതൊരു ഷെഡ്യൂൾഡ് ബാങ്ക് ആണല്ലോ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ബോറോയിങ്സ് കൂടുതലും RBI-ന്നാണ് എടുക്കുന്നത്. പ്രൊവൈഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടു മാർക്കറ്റ് ഫെഡിന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. പ്രൊവൈഡ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. പിന്നെ ആക്സ്തി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1992 വന്നത്. അറ്റ് മൺവിള ഇൻ ട്രിവാൻഡ്രം ഈസ് റൺ ബൈ KCCB റൺ ചെയ്യുന്നതാണ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ട്രിവാൻഡ്രം മൺവിളയിലാണതുള്ളത്. 1992 അത് വന്നത്. ആൻഡ് കേരള ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2019 November 29. പിന്നീട് കേരള ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2019 November 29. ദ കമ്മിറ്റി ടു സ്റ്റഡി അബൌട്ട് ദ ഫങ്ഷൻ ഓഫ് കേരള ബാങ്ക് ശ്രീറാം കമ്മിറ്റി. ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പേഴ്സാണുള്ളത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 12 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ 2019 November 29 കേരള ബാങ്ക് വന്നു. ആ കേരള ബാങ്കിനെ പറ്റി പഠിച്ച കമ്മിറ്റിയുടെ പേരാണ് ശ്രീറാം കമ്മിറ്റി എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പേഴ്സാണുള്ളത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 12 പേര്, നോട്ട് മോർ ദാൻ 12 മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. മാസ്ക് മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം കേരള ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ KSCB ഇൻ 1969. മാസ്ക് എന്ന് പറയുന്നത് മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം കേരള, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അത് ഇഷ്യൂ ഓഫ് DD, കളക്ഷൻ ഓഫ് ബില്ല്, ചെക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ മാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം കേരള എന്ന് പറയുന്നത്. പിന്നീട് നാഫ്സ്കോബ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ എല്ലാം നാഷണൽ ലെവൽ ഫെഡറേഷനാണ് നാഫ്സ്കോബ് എന്ന് പറയുന്നത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് 1964 ഫോം ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. നാഫ്സ്കോബിൻ്റെ കീഴിലുള്ളതാണ് ഐമാസ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത്. ഐമാസ്, ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം. അത് ഇതുപോലെ തന്നെ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫറിനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ ഐമാസ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് ക്ലിയറിംഗ് ഹൗസ് ഫോർ ദെയർ ഇന്റർ ബാങ്ക് ഇൻഡെപ്റ്റഡ്നെസ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഓക്കെ. The award given by NAFSCOB for Best Cooperator Award. നാഫ്സ്കോബ് ബെസ്റ്റ് കോപ്പറേറ്ററിന് കൊടുക്കുന്ന അവാർഡാണ് ബെസ്റ്റ് കോപ്പറേറ്റർ അവാർഡ് എന്നാണ് ആ അവാർഡിൻ്റെ പേര്. അതിൻ്റെ എമൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. പിന്നെ നാഫ്സ്കോബിന് ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, നാഫ്സ്കോബ് ബുള്ളറ്റിൻ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ആ പോയിന്റ് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ നാഫ്സ്കോബിൻ്റെ പബ്ലിക്കേഷനാണ് നാഫ്സ്കോബ് ബുള്ളറ്റിൻ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ബാക്സിൽ നിന്നും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്